ഒരു കഴിവുമില്ലാത്തയാൾ കെട്ടിയെഴുന്നള്ളിച്ച് നടത്തുന്നത് അതിശയം. സന്ദീപ് വാര്യർക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ്. സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ AICC അംഗവുമായ വിജയൻ പൂക്കാടൻ. സന്ദീപ് വാര്യർ ഒരു കഴിവുമില്ലാത്ത ആളാണെന്നും കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപിനെ വലിയ ആളെ പോലെ പാർട്ടി കെട്ടിയെഴുന്നള്ളിച്ച് നടക്കുന്നത് അതിശയമാണ്. എന്താണ് സന്ദീപിന്റെ സംഭാവനയെന്നും സന്ദീപിനൊപ്പം ആരെങ്കിലും പാർട്ടിയിലേക്ക് വരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി. വോട്ട് കുറഞ്ഞു. BJPക്കാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. സന്ദീപ് വന്നില്ലായിരുന്നുവെങ്കിൽ രാഹുലിന് 25,000 വോട്ട് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു. KPCC ചുമതലയ്ക്ക് യോഗ്യതയുള്ള നിരവധി നേതാക്കൾ പാലക്കാടുണ്ടെന്നും BJPയിൽ നിന്ന് തള്ളിക്കളഞ്ഞ ആളെ ആവശ്യമില്ലെന്നും വിജയൻ പൂക്കാടൻ പ്രതികരിച്ചു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. KPCC പുനഃസംഘടനയ്ക്ക് മുമ്പ് തീരുമാനമെത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഡൽഹിയിലെത്തിയ സന്ദീപ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയായിരുന്നു BJP നേതൃത്വവുമായി ഉടക്കി സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാറിനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. കോൺഗ്രസിലെത്തിയ സന്ദീപിന് വൻ സ്വീകരണമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും അടക്കമുള്ളവർ നൽകിയത്.